ഇപ്പോൾ ഷാർജ ഇന്ത്യൻ അസോസിയേഷൻ പ്രസിഡന്റ് നിസാർ തളങ്കര കൂടി നമ്മുടെ കൂടെ ചേരുന്നുണ്ട്. ശ്രീ നിസാർ തളങ്കര, സ്വാഗതം. ഇതിപ്പോൾ നല്ലൊരു പ്രോഗ്രാം, അല്ലെങ്കിൽ വളരെ ആവശ്യകരമായ ഒരു പ്രോഗ്രാമാണ് ഇപ്പോൾ ഷാർജ ഇന്ത്യൻ അസോസിയേഷന്റെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നത് എന്ന് വേണം പറയാൻ. ഇന്നത്തെ ഈ ഒരു സെഷനിൽ തന്നെ 14ഓളം കുടുംബങ്ങൾ പരാതിയുമായി വന്നിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ കൃത്യമായ ബോധവൽക്കരണം കൊണ്ടുപോവുകയാണെങ്കിൽ ഒരു പരിധിവരെ ഈ ഒരു പ്രശ്നം നമുക്ക് പരിഹരിക്കാൻ കഴിയുമല്ലേ? ആദ്യമായിട്ട് മീഡിയ വണ്ണിന് എല്ലാ അഭിനന്ദനം നേരുകയാണ്. ഒരുപക്ഷെ സ്വാഭാവികമായിട്ട് നമുക്കൊരു സ്വഭാവമുണ്ട്, ഒരു ധാരണ സംഭവം നടന്ന കുറച്ച് ദിവസം ചെയ്താൽ മറന്നുപോകും ആൾക്കാർ. പക്ഷെ അത് ഈ സാമൂഹിക വിപത്ത് ഒരിക്കൽ കൂടി കേരള മനസ്സിന്റെ മുമ്പിലേക്ക് കൊണ്ടുവന്ന് നിങ്ങൾ അഭിനന്ദിക്കുക. ഷാർജയിൽ നടന്ന ദാരുണമായ സംഭവങ്ങളുണ്ട്, നിങ്ങൾക്കൊക്കെ അറിയാം. ആ സംഭവം കഴിഞ്ഞ ശേഷം ഷാർജ കമ്മ്യൂണിറ്റി പോലീസ്, അവരുടെ പ്രൊട്ടക്ഷൻ ടീം, കമ്മ്യൂണിറ്റി പ്രൊട്ടക്ഷൻ ടീമാണ് ഇവിടെ സമീപിച്ചത് ഇതുമായി സംബന്ധമായി. കാരണം ഈ ഇന്ത്യക്കാരുടെ പ്രസൻസ് UAE-യിലേക്ക് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ അത് 4 മില്യൺ കഴിഞ്ഞ് ഏകദേശം 5 മില്യണിലേക്കൊക്കെ അങ്ങനെ ആ നമ്പറിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു സുരക്ഷിതമായ രാജ്യത്ത് ഇങ്ങനെയുള്ള ആത്മഹത്യ പ്രവണത പ്രത്യേകിച്ച് നമ്മുടെ നാട്ടുകാരിൽ നിന്നുണ്ടാവുമ്പോൾ അതിൻ്റെതായ വിഷമങ്ങളും കാര്യങ്ങളൊക്കെ ഇവിടെ എല്ലാവർക്കും ഉണ്ട്. അങ്ങനെയുള്ള അവസരത്തിലാണ് ഞങ്ങൾ സമീപിച്ചത്. ഞങ്ങൾ ഇമ്മീഡിയറ്റ്ലി ഞങ്ങൾ ഇന്ത്യൻ കൗൺസിലുമായി ബന്ധപ്പെട്ടു. അപ്പൊ ഇങ്ങനത്തെ ഒരു ഇനീഷ്യേറ്റീവ്, റൈസ് എന്നൊരു ഇനീഷ്യേറ്റീവ് നമ്മൾ തുടങ്ങാൻ തീരുമാനിച്ചു. അതാണ് ഇന്ന് നമ്മൾ ഇവിടെ തുടക്കം കുറിച്ചിട്ടുള്ളത്. ഈ റൈസ് എന്ന ഇതിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത്, ഈ നിങ്ങൾ നേരത്തെ ഇവിടെ ഒരു ടൈറ്റിൽ നിങ്ങളുടെ TV-യിൽ ഇപ്പൊ കാണിക്കുന്നുണ്ട്, കേൾക്കാൻ ഉള്ള ഒരു അവസരം ഉണ്ടാക്കാൻ. അത് തന്നെയാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. നമ്മൾ റീച്ച്, ഇൻസ്പയർ, സപ്പോർട്ട് ആൻഡ് എംപവർ, അതാണ് റൈസ്. അപ്പൊ സാധാരണഗതിയിൽ ഇത് പലപ്പോഴും നമ്മുടെ പെൺകുട്ടികൾക്ക് ഇത് ആരോടും പറയാൻ പറ്റുന്നില്ല. നേരത്തെ നിങ്ങൾ പറഞ്ഞല്ലോ, 10 വർഷം നമ്മുടെ ഒരു സഹോദരി വളരെ സങ്കീർണമായ ടോക്സിക് റിലേഷൻഷിപ്പിലൂടെ പോയി. അത് കേൾക്കേണ്ട അടുത്ത ബന്ധുക്കളോ അല്ല സമൂഹമോ ആ പെൺകുട്ടിയെ കേട്ടിരുന്നുവെങ്കിൽ ഒരു പക്ഷേ ഈ 2 ദാരുണ സംഭവങ്ങളും നമ്മൾക്ക് ഒഴിവാക്കാമായിരുന്നു. അത് ഒഴിവാക്കാൻ എന്തുകൊണ്ടും നമുക്ക് പറ്റിയില്ല. ഞങ്ങൾക്ക് പറയാനുള്ളത്, ഇനിയുള്ള പൊതുസമൂഹത്തോടെ പറയാനുള്ളത്, ഇപ്പോ നമ്മളെല്ലാവരും പറയും നമ്മൾ കൗൺസിലിംഗ് കൊടുക്കണം, നമ്മൾ ബെറ്റർമെന്റ് ഒരു പ്ലാനിങ് ഉണ്ടാക്കണം എന്നൊക്കെ പറയാം. പക്ഷേ എനിക്ക് പറയാനുള്ളത്, ആദ്യമായിട്ട് നമ്മൾ കൗൺസിലിംഗ് കൊടുക്കേണ്ടത് നമ്മുടെ പാരന്റ്സിനാണ്, 2 പാരന്റ്സിനും. അത് പെൺകുട്ടിയുടെ പാരന്റ് ആയെങ്കിലും ബോയിന്റെ പാരന്റ് ആയാലും 2 പേർക്ക് അവയർനെസ് കൊടുക്കണം. ഒരു പ്രശ്നം ഒരു പെൺകുട്ടി പറയുകയാണെങ്കിൽ അതില് ആ സമയത്ത് തന്നെ വളരെ പ്രൊഫഷണൽ ആയിട്ടുള്ള അതിന്റെ സ്പെഷ്യലിസ്റ്റിന്റെ കയ്യിൽ ആ കുട്ടികളെ എത്തിക്കേണ്ട ചുമതല പാരന്റ്സിനുണ്ട്, നമ്മുടെ സമൂഹത്തിനുണ്ട്. അത് എന്തുകൊണ്ടോ പലപ്പോഴും നമ്മൾ ഈ നാടിനെ പേടിച്ച്, അല്ലെങ്കിൽ നാട്ടുകാരെ പേടിച്ച്, അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തെ പേടിച്ച്, ബന്ധുക്കളെ പേടിച്ച് നമ്മളത് പുറത്തറിയരുത് എന്ന് പറഞ്ഞ് പാരന്റ്സ് തന്നെ മറച്ചു വെച്ച സംഭവങ്ങളാണ് ഞങ്ങൾ ദിനേന കണ്ടുവരുന്നത്. ഈ വന്ന 14 കേസുകളിലും അങ്ങനെ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഒരു കാര്യം ഉറപ്പായിട്ട് എനിക്ക് നിങ്ങൾ പറയാൻ എനിക്ക് ആഗ്രഹമുണ്ട്. ഈ വന്ന കേസുകളിൽ എല്ലാവർക്കും ഒരു കോൺഫിഡൻസ് ലെവൽ ഞങ്ങൾ കൂട്ടിയിട്ടുണ്ട്. അതിൽ വന്ന 2 കേസുകളിൽ കഴിഞ്ഞ ആഴ്ച ഞങ്ങൾ ആദ്യ സെഷൻ കൊടുത്ത കേസാണ്. അതിൽ ഒരു പെൺകുട്ടി, ആ പെൺകുട്ടി, എനിക്ക് ഡൈവോഴ്സ് ഒരിക്കലും വന്നാൽ ഞാനത് എന്റെ നാട്ടിലേക്ക് തിരിച്ചു പോകാൻ പറ്റില്ല, ഞാൻ സോഷ്യലായിട്ട് ഐസൊലേറ്റഡ് ആവും എന്ന കാരണത്താൽ ഇനി തിരിച്ചു പോകാൻ എനിക്ക് എന്റെ മുമ്പിൽ മരണമേ ഉള്ളൂ എന്ന് പറഞ്ഞിരുന്ന ആ കുട്ടി ഇപ്പൊ ഈ ഒരാഴ്ച കഴിഞ്ഞ ശേഷം ഞങ്ങൾ നോക്കുമ്പോൾ അത് ലെവൽ കംപ്ലീറ്റ് മാറുകയാണ്. ആ കുട്ടി പറയുകയാണെങ്കിൽ ഡൈവോഴ്സ് ആണെങ്കിൽ ഡൈവോഴ്സ്, ഐ ഹാവ് നോ പ്രോബ്ലം, പക്ഷെ എനിക്ക് കുറെ കാര്യങ്ങൾ പറയാനുണ്ട്, അത് പറഞ്ഞ് ആ എഗ്രിമെന്റ് സൈൻ ചെയ്യുകയാണെങ്കിൽ ഐ എം റെഡി ഫോർ ഡൈവോഴ്സ് എന്ന് പറയുന്ന കോൺഫിഡൻസിലേക്ക് ഈ ഒരാഴ്ച കൊണ്ട് ഞങ്ങൾക്ക് ആ കുട്ടി എത്തിച്ചേരാൻ പറ്റിയിട്ടുണ്ട്. അപ്പോ ഇത് ഇസ് എ ഗുഡ് ഇനീഷ്യേറ്റീവ്. നമ്മൾക്ക് ഇനിയിപ്പം മീഡിയയുടെയും നമ്മുടെ സഹോദരന്മാരുടെ സപ്പോർട്ടാണ് ഇതിലേക്ക് ആവശ്യമുള്ളത്. സാർ, ഒരു സംശയം ചോദിക്കട്ടെ. ഇപ്പോ ഈ റൈസിന്റെ പ്രവർത്തനം അത് എങ്ങനെയാണ്? ഞാനിപ്പോൾ ഷാർജയിൽ താമസിക്കുന്ന ഒരു വ്യക്തിയാണ്, അല്ലെങ്കിൽ ഞാൻ ഇത്തരത്തിൽ പീഡനം അനുഭവിക്കുന്ന, ഗാർഹിക പീഡനം ഉൾപ്പെടെ അനുഭവിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ എനിക്ക് എങ്ങനെയാണ് റൈസുമായി ബന്ധപ്പെടാൻ സാധിക്കുക? ഇത് ഞാൻ അത് ഇറ്റ്സ് എ ഗുഡ് ക്വസ്റ്റ്യൻ. അതിന് ചെയ്യേണ്ടത്, ഒന്ന്, ആ പെൺകുട്ടിക്ക് നേരിട്ട് ബന്ധപ്പെടാനുള്ള ഒരു കാര്യം ഉണ്ടെങ്കിൽ പറ്റുമെങ്കിൽ അവർക്കൊരു ഇമെയിൽ ID നമ്മൾ കൊടുത്തിട്ടുണ്ട്, പിന്നെ ഒരു ലാൻഡ് ലൈൻ നമ്പറും കൊടുത്തിട്ടുണ്ട്. അഥവാ ഇതിൽ വരാൻ പറ്റുന്നില്ലെങ്കിൽ അവരുടെ അടുത്ത ബന്ധുക്കൾ ഇവിടെ ഉണ്ടെങ്കിൽ ഒന്നെങ്കിൽ ബന്ധുക്കൾ മുഖേന ഞങ്ങൾ ബന്ധപ്പെടാം, അല്ലെങ്കിൽ അവരുടെ ഫ്രണ്ട്സ് അവിടെ അവരുണ്ടെങ്കിൽ അവരെ അറിയിക്കാം. അറ്റ്ലീസ്റ്റ് തൊട്ടടുത്ത് കിടക്കുന്ന നൈബർ ഉണ്ടാവില്ല. ഇപ്പൊ ഇവിടെയൊക്കെ ഫ്ലാറ്റ് ആണല്ലോ നമ്മൾ കൂടുതൽ താമസിക്കുന്നത്.
ഈ ഫ്ലാറ്റിലുള്ള ആരുടെങ്കിലും ഏതെങ്കിലും ഫ്രണ്ട്സ് പറയും ഞങ്ങളിൽ എത്തിപ്പെടാനുള്ള ഏതെങ്കിലും സംവിധാനം ഉണ്ടാക്കാം. അതിൽ നമ്മൾ ഇന്നൊരു ഇമെയിൽ ഐഡി ഞങ്ങൾ വിട്ടിട്ടുണ്ട്, സപ്പോർട്ട്, അത് നിങ്ങൾക്ക് ഞങ്ങൾ ഷെയർ ചെയ്തിട്ടുണ്ട്. communitysuppport@iasharjah.com എന്നൊരു ഇമെയിൽ ഐഡി ഉണ്ട്. അല്ലെങ്കിൽ 0656108445 എന്ന നമ്പർ ഉണ്ട്. ഈ നമ്പറിലേക്ക് എത്താനുള്ള എന്തെങ്കിലും സംവിധാനം ഒന്നെങ്കിൽ ആ പെൺകുട്ടി, അനുഭവിക്കുന്ന പെൺകുട്ടി ഉണ്ടാക്കാം, അല്ലെങ്കിൽ അവരുടെ ബന്ധുക്കള്, അല്ലെങ്കിൽ അവരുടെ ഫ്രണ്ട്സ്, അല്ലെങ്കിൽ ആ സ്ഥലത്തുള്ള കമ്മ്യൂണിറ്റി, അത് അങ്ങനെയുള്ള എല്ലാ ഓപ്ഷൻസ് കൊടുത്തിട്ട് ഇനി അവർക്ക് വരാൻ പറ്റില്ലെങ്കിൽ ഞങ്ങൾക്ക് അങ്ങോട്ട് പോകാനുള്ള ഒരു സംവിധാനം ഷാർജ പോലീസ് ഞങ്ങൾ പറഞ്ഞു. അതിനും പ്രശ്നമില്ല. ഞങ്ങൾക്ക് അത് വളരെ രഹസ്യമായിട്ട് വളരെ കോൺഫിഡൻഷ്യൽ ആയിട്ട് ആ കാര്യങ്ങൾ ചെയ്യാനും, അത് കഴിഞ്ഞാൽ അതിനെ ഇവാലുവേറ്റ് ചെയ്തിട്ട് പിന്നെ ഞങ്ങൾ നേരിട്ട് കൊടുക്കുന്നത് ഇതിന്റെ സ്പെഷ്യലിസ്റ്റ് കയ്യിലേക്കാണ്. അവരെ കൗൺസിലേഴ്സ് ആണെങ്കിൽ, ക്ലിനിക്കൽ കൗൺസിലേഴ്സ് ആണെങ്കിൽ, ഏത് തരത്തിലും ആ തരത്തിലുള്ള എല്ലാ അവർക്ക് കൊടുക്കേണ്ട എല്ലാ കോൺഫിഡൻസ് കാര്യങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ ഇത് നെക്സ്റ്റ് ലെവലിലേക്ക് ഞങ്ങൾ കൊണ്ടുപോകും. ഒന്നുകിൽ അതിന്റെ പാരന്റ്സുമായിട്ട് ബന്ധപ്പെടാം, അല്ലെങ്കിൽ ഇന്ത്യൻ കൗൺസിലായിട്ട് ബന്ധപ്പെടാം, അല്ലെങ്കിൽ അത് ഫിസിക്കൽ അറ്റാക്ക് ആണ്, അതൊരു ഒരു അവിടെ ഒരു ക്രൈം നടക്കാനുള്ള സാധ്യതയെങ്കിൽ ഞങ്ങൾ ഷാർജ പോലീസ് ആ കേസുകൾ കൈമാറും. ഇതാണ് പദ്ധതി.